Hi, I am Madhura. In this video, linear programming problem different forms എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു linear programming problemത്തിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Optimize z is equal to c1 x1 plus c2 x2 plus etc plus cn xn subject to a11 x1 plus a12 x2 plus etc plus a1n xn less than equal to greater than b1 a21 x1 plus a22 x2 plus etc plus a2n xn less than equal to greater than b2 etc am1 x1 plus am2 x2 plus etc plus amn xn less than or equal to greater than bm and x1 greater than or equal to 0 x2 greater than or equal to 0 etc xn greater than or equal to 0 ഇതിനെ മൊത്തത്തിലാണ് നോൺ നെഗറ്റീവ് കണ്ടീഷൻസ് എന്ന് പറയുക. അപ്പോൾ ഇത് ഇത്രയാണ് നമ്മുടെ കൺസ്ട്രെയിൻസ്. ഇത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് അപ്പം നമുക്ക് ഇതിനെ ഡിഫറെൻറ്റ് ഫോംസിലേക്ക് എഴുതാം. അതായത് മെട്രിക്സ് ഫോമിൽ എഴുതാം. ദെൻ കനോണിക്കൽ ഫോം, സ്റ്റാൻഡേർഡ് ഫോം, രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സാണ് നമ്മുടെ LPP എഴുതുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് മെട്രിക്സ് നൊട്ടേഷനിലേക്ക് എങ്ങനെയാണ് ഈ LPPനെ മാറ്റുക? നമുക്ക് പറയാം, നമുക്കിവിടെ വേണ്ടത് z is equal to c1 x1 plus c2 x2 plus etc plus cn xn എന്ന് കിട്ടണം. അതായത് നമ്മൾ രണ്ട് മെട്രിക്സ് എടുത്തിട്ട് c1 c2 etc cn എന്നുള്ളൊരു മെട്രിക്സും x1 x2 etc xn ഉള്ള മെട്രിക്സും എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടണം. അപ്പോൾ അതിനെ ഏത് രീതിയിൽ എടുക്കണം? അപ്പോൾ ആ ഫംഗ്ഷനെ നമ്മൾ മെട്രിക്സ് നൊട്ടേഷനിൽ എഴുതുക. ഒപ്റ്റിമൈസ് z is equal to c x ട്രാൻസ്പോസ്, അതായത് സി എന്ന് പറയുന്നത് c1 c2 എക്സെട്ര എന്നുള്ള മെട്രിക്സ് ആണ്. എക്സ് ട്രാൻസ്പോസ് പറഞ്ഞാൽ കോളം വൈസ് ആയിരിക്കും, x1 x2 എക്സെട്ര താഴത്തേക്ക് വരുന്ന മെട്രിക്സ്. ഫസ്റ്റത്തെ ഒരു റോ മെട്രിക്സ് ആണ് 1/n മെട്രിക്സ്. എക്സ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത് n/1 മെട്രിക്സ്. എങ്കിലേ നമുക്കത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ഇക്വേഷനിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒപ്റ്റിമൈസ് z is equal to c x ട്രാൻസ്പോസ്. അതുപോലെ തന്നെ സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസിനൊക്കെ കൂടെ ഈ a1 a2 എക്സെട്ര a1n മുതൽ ഈ am വരെ വരുന്ന മെട്രിക്സ് m/n മെട്രിക്സ് ഇൻറ്റു ഈ x1 x2 എക്സെട്ര xnൻ്റെ മെട്രിക്സ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇനിക്വാലിറ്റീൻ്റെ ഫോമിലേക്ക് പുറത്ത് ഈ വേരിയബിൾ വരുന്ന രീതിയിലേക്ക് വരാൻ നമുക്ക് മെട്രിക്സ് നൊട്ടേഷനിൽ എഴുതുക. എ എക്സ് ട്രാൻസ്പോസ് ലെസ് ദാൻ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ബി ട്രാൻസ്പോസ് ആൻഡ് ഇനിക്വാലിറ്റി ഈ നോൺ നെഗറ്റീവ് കണ്ടീഷൻ എക്സ് ട്രാൻസ്പോസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈ മെട്രിക്സുകൾ എന്തൊക്കെയാണെന്നുള്ളതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സി എന്ന് പറയുന്നത് c is equal to c1 c2 എക്സെട്ര cn വരുന്ന ഒരു റോ മെട്രിക്സ് 1/n മെട്രിക്സ് ആണ്. ദെൻ എ എന്ന് പറയുന്നത് ഒരു m/n മെട്രിക്സ് ആണ്. നമ്മുടെ a1 a2 എക്സെട്ര mn എന്നുള്ള കോൺസ്റ്റൻസ് വരുന്നത്. ദെൻ ബി ട്രാൻസ്പോസ് ഈക്വൽ ടു b1 b2 എക്സെട്ര എന്നുള്ളത് ഒരു m/1 മെട്രിക്സ് ആണ്. ദെൻ എക്സ് ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു x1 x2 എക്സെട്ര xn എന്നുള്ളത് നമ്മുടെ ഒരു n/1 മെട്രിക്സ്. എങ്കിലേ നമുക്ക് ആ ഫോമിലേക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഇക്വേഷൻസ് ആയിട്ട് കിട്ടുള്ളൂ മൾട്ടിപ്ലൈ ചെയ്ത്. ഓക്കെ, അപ്പോൾ അതാണ് മെട്രിക്സ് നൊട്ടേഷൻ. ഒപ്റ്റിമൈസ് z is equal to c x ട്രാൻസ്പോസ് സബ്ജക്റ്റ് ടു a x ട്രാൻസ്പോസ് ലെസ് ദാൻ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ b ട്രാൻസ്പോസ് ആൻഡ് x ട്രാൻസ്പോസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇത് ജനറൽ LPPയുടെ ഒരു ഫോം. ദെൻ അടുത്തത് കനോണിക്കൽ ഫോം. കനോണിക്കൽ ഫോം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മാക്സിമൈസേഷൻ പ്രോബ്ലം, മിനിമൈസേഷൻ പ്രോബ്ലം എന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ചെയ്യുക കനോണിക്കൽ ഫോമിൽ. മാക്സിമൈസേഷൻ ഫോമിന് ഒരു രീതിയും മിനിമൈസേഷൻ പ്രോബ്ലത്തിന് ഒരു രീതിയുമാണ് ഉണ്ടാവുക. മാക്സിമൈസേഷൻ പ്രോബ്ലം ആണെന്ന് വെച്ചാൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താ? ഒപ്റ്റിമൈസിന് പകരം ഇവിടെ നമുക്ക് മാക്സിമൈസ് എന്ന് എഴുതാം, കാരണം മാക്സിമൈസേഷൻ ആണെന്ന് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. മാക്സിമൈസ് z is equal to c x ട്രാൻസ്പോസ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ z is equal to c x ട്രാൻസ്പോസ്. ഇത് മെട്രിക്സ് നൊട്ടേഷൻ തന്നെ എഴുതണം എന്നില്ല. നിങ്ങൾക്ക് z is equal to c1 x1 plus c2 x2 plus etc cn xn എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. സബ്ജക്റ്റ് ടു ഇനി മെട്രിക്സ് നൊട്ടേഷനിലാണെന്ന് വെച്ചാൽ ഫുള്ള് മെട്രിക്സ് നൊട്ടേഷനിൽ എഴുതണം, അല്ലാച്ച ഫുള്ള്
ആ നൊട്ടേഷനിൽ എഴുതണം എന്ന് മാത്രമേ ഉള്ളൂ. സബ്ജക്റ്റ് ടു AX ട്രാൻസ്പോസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു B ട്രാൻസ്പോസ്. ഇതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് X ട്രാൻസ്പോസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നോൺ നെഗറ്റീവ് കണ്ടീഷൻ ഒഴികെയുള്ള കൺസ്ട്രെയിൻസ്, ആ ഫുള്ള് കൺസ്ട്രെയിൻസ് ആണ് ഈ X ട്രാൻസ്പോസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു B ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന ഇനിക്വാലിറ്റി ആയിരിക്കും. അതായത് മാക്സിമൈസേഷൻ പ്രോബ്ലത്തിന് നോൺ നെഗറ്റീവ് കണ്ടീഷൻ ഒഴികെയുള്ള കൺസ്ട്രെയിൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇനിക്വാലിറ്റീസ് ആയിരിക്കും. ഇവിടെ ലെസ് ദാൻ ഈക്വൽ ടു ആണ് വരിക. എത്ര ഇപ്പം 5 കൺസ്ട്രെയിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 5 എണ്ണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും മാക്സിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ. ഓക്കെ, മിനിമൈസേഷൻ പ്രോബ്ലത്തിൻ്റെ കേസിൽ മിനിമൈസ് Z is equal to CX ട്രാൻസ്പോസ് സബ്ജക്റ്റ് ടു AX ട്രാൻസ്പോസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു B ട്രാൻസ്പോസ് ആൻഡ് X ട്രാൻസ്പോസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇവിടെ 0 എന്ന് പറയുന്നത് 0 മെട്രിക്സ് ആണ്, 0 എലമെൻറ്റ്സ് വരുന്ന മെട്രിക്സ് ആണ് കേട്ടോ. ഇവിടെ മിനിമൈസേഷൻ പ്രോബ്ലം ആകുമ്പോൾ എന്താ, നോൺ നെഗറ്റീവ് കണ്ടീഷൻ ഒഴികെ, നോൺ നെഗറ്റീവ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ X ട്രാൻസ്പോസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അതൊഴികെയുള്ള ഇനിക്വാലിറ്റീസ്, അതാണ് AX ട്രാൻസ്പോസ്. അതൊക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇനിക്വാലിറ്റി ആയിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു B ട്രാൻസ്പോസ്. അപ്പോൾ മിനിമൈസ് ചെയ്യുമ്പോൾ കൺസ്ട്രെയിൻസ് ഒക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇതിന് മാത്രം വ്യത്യാസമില്ല കേട്ടോ. x1 x2 എക്സെട്ര xn എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, അതിന് മാറ്റമൊന്നുമില്ല. നോൺ നെഗറ്റീവ് കണ്ടീഷനാണത്, അതിന് മാറ്റമില്ല. ബാക്കിയുള്ള കൺസ്ട്രെയിൻസ് ഒക്കെ മിനിമൈസേഷൻ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും, മാക്സിമൈസേഷൻ ആണെച്ചാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. ഇതാണ് ഒരു LPPയുടെ കനോണിക്കൽ ഫോം. ദെൻ അടുത്തത് സ്റ്റാൻഡേർഡ് ഫോം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോമാണ് സ്റ്റാൻഡേർഡ് ഫോം. നമ്മൾ പ്രോബ്ലമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റിയിട്ടാണ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഫോം ആൻ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം ഇൻ വിച്ച് the constraints except the non-negative conditions are stated in terms of equations is said to be in standard form. അതായത് ഇവിടെയും നോൺ നെഗറ്റീവ് കണ്ടീഷൻ ഒഴികെ ബാക്കി എല്ലാ കൺസ്ട്രെയിൻസും ഇക്വേഷൻസ് ആയിരിക്കും. അതായത് ഇനിക്വാലിറ്റീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇക്വേഷനിലേക്ക് മാറ്റിയാൽ മാത്രമേ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആവുള്ളൂ. That is, optimize Z is equal to CX transpose subject to AX transpose is equal to B transpose. Okay, equal to വരും. And X transpose greater than or equal to 0. കൂടുതൽ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് കനോണിക്കൽ, എന്താണ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ, എങ്ങനെയാണ് മാറ്റുക എന്നൊക്കെ. ഓക്കെ, ദെൻ സ്ലാക്ക് ആൻഡ് സർപ്ലസ് വേരിയബിൾ. നമ്മളൊരു LPPനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുമ്പോഴാണ് നമുക്ക് സ്ലാക്ക് വേരിയബിളും സർപ്ലസ് വേരിയബിളും ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കുക, ഒരു ഇനിക്വാലിറ്റി ഉണ്ട്, ആ ഇനിക്വാലിറ്റീനെ നമ്മൾ ഇക്വാലിറ്റി ആക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളൊരു കൺസ്ട്രെയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഈക്വൽ എന്നുള്ള രീതിയിൽ ഇക്വേഷനാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതായത് ഒരു സംഖ്യ, ഒരു ഫംഗ്ഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒരു നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇതാവുമ്പോൾ രണ്ടും കൂടി ഈക്വൽ ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഫംഗ്ഷൻ്റെ വാല്യൂ ഇവിടെ കുറയ്ക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്തെങ്കിലും ഒരു വാരിയബിൾ മൈനസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് നമ്മുടെ കൺസ്ട്രെയിൻ്റ് വെച്ചാൽ നമ്മളൊരു വാരിയബിൾ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്കത് ഈക്വൽ ആക്കാൻ പറ്റുള്ളൂ. എന്തോ കുറവുണ്ട്, അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യുന്നതും മൈനസ് ചെയ്യുന്നതും വേരിയബിൾസിനെയാണ് നമ്മൾ സ്ലാക്ക് വേരിയബിൾസ്, സർപ്ലസ് വേരിയബിൾസ് എന്ന് പറയാം. It is possible to convert an inequality into an equation by introducing an extra variable with a constraint imposed on it. അതായത് നമ്മൾ ഈ ആഡ് ചെയ്യുന്ന സബ്ട്രാക്ട് ചെയ്യുന്ന വേരിയബിളും നമ്മൾ നോൺ നെഗറ്റീവ് ആണ് എന്നുള്ള കണ്ടീഷൻ പറയണം. അതാണ് അതിൻ്റെ കൺസ്ട്രെയിൻറ്റ് ഇമ്പോസ്ഡ് ഓൺ ഇറ്റ് എന്ന് പറയുന്നത്. നോക്കുക, ഇഫ് ദ ഇനിക്വാലിറ്റി ഈസ് ഓഫ് ദ ഫോം a11 x1 plus a12 x2 plus etc plus a1n xn greater than or equal to b1. അപ്പോൾ നമ്മുടെ കൺസ്ട്രെയിൻ്റ് എന്ന് പറയുന്നത് ഈ ഫോമിലാണ്, ഇനിക്വാലിറ്റിയിലാണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇനിക്വാലിറ്റി ആണ്. ദെൻ വി ക്യാൻ കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഇക്വേഷൻ ബൈ സബ്ട്രാക്റ്റിംഗ് എ വേരിയബിൾ. അതായത് ഈ സാധനം ഇതിനേക്കാൾ കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈക്വൽ ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും കുറയ്ക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വേരിയബിൾ കുറയ്ക്കും. ദാറ്റ് ഈസ്
a11 x1 plus a12 x2 plus etc. plus a1n xn minus xn plus 1. xn plus 1 എന്നുള്ള ഒരു പുതിയ വേരിയബിൾ നമ്മളിവിടെ കുറച്ചു. അപ്പോൾ നമുക്ക് ഇനിക്വാലിറ്റി ഈക്വൽ ടു b1. xn plus 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നോൺ നെഗറ്റീവ് കണ്ടീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ദ വേരിയബിൾ xn പ്ലസ് ഈ മൈനസ് ചെയ്ത വേരിയബിളിനെയാണ് ഈസ് കോൾഡ് സർപ്ലസ് വേരിയബിൾ. ഓക്കെ. Then, if the inequality is of the form a11 x1 plus a12 x2 plus etc. plus a1n xn less than or equal to b1, less than or equal to ആണ് inequality, then we can convert it into equation by adding a variable. എന്തോ കുറവാണ്, അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കണം. ആ ആഡ് ചെയ്യുന്ന വേരിയബിൾ ആണ് സ്ലാക്ക് വേരിയബിൾ. ദാറ്റ് ഈസ് a11 x1 പ്ലസ് a12 x2 പ്ലസ് എക്സെട്ര പ്ലസ് a1n xn പ്ലസ് xn പ്ലസ് 1. xn പ്ലസ് 1 ആഡ് ചെയ്ത് കൊടുത്തു ഈക്വൽ ടു b1. xn പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. The variable xn plus 1 is called slack variable. Simply, slack variables are the variables added to the less than inequalities or constraints to convert it into equations, and surplus variables are the variables subtracted from the greater than inequalities to convert it into equation. Okay. In another class, we will discuss problems. Thank you.